ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ശ്രീകല കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. ഇതാ അവിടെ കുറെ ആളുകൾ നെറ്റ് ഇഷ്യൂ ഉണ്ട്, കയറാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്ന് എടുക്കുന്ന ടോപ്പിക് കോമ്പോസിഷൻ സ്കീമാണ്. ആൻഡ് CMA സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. നമ്മുടെ ഈ ക്ലാസ് വരുന്നത് GSTയുടെ മാസ്റ്ററി ക്ലാസ് ആണ്. അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് എടുക്കുന്നത്. ഫാക്കൽറ്റി വരുന്നത് CA ഷഹദലി സാറാണ്. ഓക്കെ, ഹലോ സർ. Okay. Good morning. ഗുഡ് മോർണിംഗ് സർ. Yes. മീറ്റിംഗിലുള്ളവർ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ സംതിങ് ഗുഡ് മോർണിംഗോ സം ഇമോജിയോ എന്തെങ്കിലും നിങ്ങൾ ലൈവ് ആണെന്ന് അറിയണ്ടേ? ആ യെസ്. ആ ബാക്കിയുള്ളവരും എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഹായ്. ഓക്കെ ഹായ്. ഓക്കെ. ഇപ്പൊ ഇതിൽ ഇരിക്കുന്ന ആരെങ്കിലും CMA ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു റൈസ് യുവർ ഹാൻഡ്. CMA ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആരെങ്കിലും? എല്ലാവരും CMA ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. ലാസ്റ്റ് കൺഫർമേഷൻ, എന്റെ വോയിസ് ക്ലിയർ തന്നെയല്ലേ? യെസ് ഓർ നോ? എന്റെ വോയിസ് ക്ലിയർ ആണല്ലേ? കേൾക്കുന്നില്ല? യെസ്. ഓക്കെ. ഈ ഒരു ശബ്ദം തന്നെ പോലെ കൂട്ടുക കുറക്കൊന്നും വേണ്ടല്ലോ? വേണ്ട. ഫൈൻ. ഓക്കെ. അത് ചാറ്റിൽ മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങൾ വോയിസ് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വോയിസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ല. സോ ആർക്കെങ്കിലും യൂസ് ചാറ്റ് ബോക്സ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ യൂസ് ചാറ്റ് ബോക്സ്. ഓക്കെ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാര്യം, നമ്മുടെ ഈ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പറയാ എന്നുള്ളതാണ് നമ്മളുടെ അജണ്ട. അതായത് ഒരു GST ഇപ്പം നമുക്ക് തിയറി പോർഷൻ ഇപ്പോൾ CMA അങ്ങനത്തെ അല്ലെങ്കിൽ BCom പോലത്തെ കോഴ്സസിൽ നമ്മൾ GST പഠിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഈ സെക്ഷൻ ഇങ്ങനെയാണ്, ഈ പ്രൊവിഷൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ ആ ഏരിയയിലൊക്കെ പഠിക്കുന്നത്. തിയറി പോർഷൻ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ തിയറി എക്സാമിന് പഠിക്കുന്നതൊക്കെ എന്താ പറയുക ആ രീതിക്കായിരിക്കും. 2 മിനിറ്റ്സ് കൊണ്ട് സ്റ്റുഡൻസ് ആരോ സ്ക്രീനിൽ വരക്കുന്നുണ്ട്, അതൊന്ന് ഒഴിവാക്കുക. ഓക്കെ, വരുന്നവർ വന്നോട്ടെ, നമുക്കിത് പറയാം. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് അവിടെയൊക്കെ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് തിയറിനേക്കാളും കൂടുതൽ അറിയേണ്ടത് പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലാണ്. അതായത്
ഇപ്പോൾ ഒരു GST രജിസ്ട്രേഷൻ, ആ GST രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കണ്ടേ, എങ്ങനെ എടുക്കണ്ടേ, അതൊക്കെ നമ്മളെ എവിടെ പഠിക്കുന്നത്? നമ്മളെ തിയറി സെഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. നിങ്ങൾ CA CMA സംതിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ അറിയുമ്പോൾ നമ്മൾ അതറിയണം. അതിൻ്റെ കൂട്ടത്തിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എന്താ? നമ്മൾ GST രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം, അതെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതെടുക്കുമ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതെടുക്കുന്ന ആ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ള ആ വേ കറക്റ്റായിട്ട് അറിഞ്ഞാൽ നമുക്കൊരു GST കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാനിതെങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് പഠിച്ചത് ഞാനത് ചെയ്ത് പഠിച്ച്. അതന്നെ എൻ്റെ ട്രെയിനിങ് ടൈമിൽ ഞാൻ ചെയ്ത് പഠിച്ചതാണ് ഇത്. പക്ഷെ ചെയ്ത് പഠിക്കുമ്പോഴും തിയറി പെർസ്പെക്റ്റീവ് എനിക്ക് അറിയണം. അതായത് ഒരു ക്ലയൻറ്റ് വരികയാണ്, ആ ക്ലയൻറ്റ് വന്നിട്ട് ആ ക്ലയൻറ്റിന് ഡയറക്റ്റ്ലി ചാടി കയറി GST രജിസ്ട്രേഷൻ എടുപ്പിക്കാൻ നിൽക്കരുത്. ആ ക്ലയൻറ്റിനെ കുറിച്ച് നമ്മൾ ഓരോന്ന് ചോദിക്കണം. അയാൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, പുറത്തോട്ട് ചെയ്യുന്നുണ്ടോ, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കുക. അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പാകത്തിന് നമ്മളാവണം. അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോളജ് വേണം? ഒന്ന് തിയറി നോളജ് വേണം, രണ്ട് പ്രാക്ടിക്കൽ നോളജും വേണം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. മനസ്സിലായി? വെറുതെ തിയറി പഠിച്ചു പോകുന്നതിൽ കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങളടുത്ത് ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു GST റിലേറ്റഡ് ആയിട്ടൊരു സംശയമായിട്ട് വരികയാണ്. അത് ക്ലാരിറ്റി ചെയ്ത് കൊടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, CA CMA പഠിച്ച അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ തിയറി പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഒറ്റയടിക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് തന്നെ വേണം. അതാണ് ഈ CA CMAയിലൊക്കെ ഈ ട്രെയിനിങ് കണ്ടിട്ടുണ്ടോ? ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് അതിന് വേണ്ടിയിട്ടാണ്. BCom കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ചിലർ ട്രെയിനിങ്ങിന് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ GST റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ എന്താ പറയുക, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലാണ് കൂടുതൽ ഇവിടുന്ന് പറയുന്നത്. അപ്പോൾ തിയറി ഞാനിപ്പോൾ ഒരു സ്ക്രീൻ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ സ്ക്രീനിൽ എല്ലാ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കില്ല. വേണ്ട ചില പോർഷൻസ്, ഇതിപ്പോൾ CA CMAയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് PDF ആണ്. നമ്മൾ അതിലെ വേണ്ട സാധനങ്ങൾ, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ടോപ്പിക്കിലോട്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കോമ്പോസിഷൻ സ്കീമാണ്. ചില ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പിക് എന്ന് പറഞ്ഞു പോകാൻ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പിക് എന്ന് പറയാം. ഈ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് ഇതിലോട്ട് എങ്ങനെ എത്തുന്നു എന്നുള്ളത് ആദ്യം പറയണം. ആദ്യം പറഞ്ഞാൽ ഈ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡയറക്റ്റ്ലി എനിക്ക് ചാടി കയറി കോമ്പോസിഷൻ എടുക്കാൻ പറ്റൂല. സോ ബിഫോർ ദാറ്റ് ഞാൻ പറയുന്നത്, എല്ലാവരും ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ റിപ്ലൈ തരാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഒരാൾ അത് എന്തോ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ ആ ബിസിനസ് തുടങ്ങുന്ന അപ്പം തന്നെ GST രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ? നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് പറയാം, യെസ് ഓർ നോ. ഒരു ബിസിനസ് ഒരാൾ തുടങ്ങുകയാണ്, അപ്പോൾ അയാൾക്ക് അവിടെ അപ്പം തന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ അവിടെ GST രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ? യെസ് ഓർ നോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. ഒരു ബിസിനസ് ഒരാൾ തുടങ്ങുകയാണ്, അപ്പം തന്നെ അയാൾക്ക് GST രജിസ്ട്രേഷൻ അവിടെ വേണോ വേണ്ടയോ? നോ നോ. ബാക്കിയുള്ളവർക്കും പറയാം. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? മുനിസിപ്പാലിറ്റി ലൈസൻസ് എടുക്കണം, റൂമൊക്കെ വേണം, വാടക കരാർ എഴുതണം. ഇതൊക്കെയല്ലേ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് നടക്കുന്നത്, അല്ലേ? ലൈസൻസ് ആണ് നിർബന്ധമായിട്ട് വേണ്ടത്. അപ്പോൾ ആ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ GST രജിസ്ട്രേഷനും നിർബന്ധമായിട്ട് എടുത്തിരിക്കണോ വേണ്ടയോ? കറക്റ്റ് 3 ആൾക്കാർ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നോ വേണ്ട. ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് GST രജിസ്ട്രേഷൻ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ GST ഇല്ലാതെ പറ്റൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് വേണമെന്നൊന്നും ഓടി പറഞ്ഞിട്ടില്ല. പക്ഷേ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പോർഷനിൽ സെക്ഷൻ 22ഉം 24ഉമാണ് എപ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 22ഉം സെക്ഷൻ 24ഉം. അപ്പോൾ ഈ 2 സെക്ഷനിലാണ് നമുക്ക് സെക്ഷൻ 22ൽ പറയുന്നത് ത്രഷോൾഡ് ലിമിറ്റ് ബേസിലാണ്. അതായത് നിങ്ങളുടെ ടേൺ ഓവർ ഈ രീതിയിൽ പോകുന്നു, ഇത്ര ലിമിറ്റിന് അബവ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കണമെന്നും, സെക്ഷൻ 24ൽ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്ത ഐറ്റംസിൽ ഏതെങ്കിലും, ആ ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും കണ്ടീഷൻ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അല്ലാതെ ചാടിക്കയറി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു തെറ്റായ ധാരണയാണ്. പല ആൾക്കാരുടെ മുന്നിലും പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ തെറ്റായി നിൽക്കുന്ന പല ബിസിനസ്മാരുടെ മനസ്സിലുമുള്ള ഒരു തെറ്റായ ധാരണയാണ് എന്ത്? ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ GST നിർബന്ധമായിട്ട് എടുത്തേ പറ്റൂ എന്നുള്ള കേസ്. പല ആൾക്കാരുടെ മുന്നിലും തെറ്റായ ധാരണ. അപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അപ്പോൾ അയാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ GST രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടോ ചോദിക്കണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെയാണ്? സെക്ഷൻ 22ഉം 24ഉം GST രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ സെക്ഷൻ ആണ് നോക്കേണ്ടത്. അതിൽ ഏതെങ്കിലും കണ്ടീഷൻ ഇയാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കണ്ടെന്ന് പറയാം.
ഇനി നമ്മളുടെ പോയിന്റിലോട്ട് പതുക്കെ കയറുകയാണ്. അപ്പം JC രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അപ്പം അടുത്ത ചോദ്യം, JC രജിസ്ട്രേഷൻ തന്നെ എടുക്കുമ്പോൾ 2 സ്കീമുണ്ട്. ഒന്ന് റെഗുലർ ബേസിൽ എടുക്കാം, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ എടുക്കാം. അപ്പോൾ നമ്മളെ ടോപ്പിക്കിലോട്ട് എത്തി, എന്താണ് കോമ്പോസിഷൻ എന്നുള്ളത്. അപ്പോൾ റെഗുലർ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ, അത് പേര് തന്നെയുണ്ട്, ഇറ്റ്സ് റെഗുലർ. ഓക്കെ. അപ്പം GST നമ്മുടെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിന് പിന്നീട് നമ്മൾ ഇതൊരു ഡെമോ സെഷനാണ്, നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് സെക്ഷൻ 22 എന്താ, 24 എന്താ, എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാം, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കും. ഞാൻ ജസ്റ്റ് ഒരു ടച്ച് ചെയ്തു എന്ന് മാത്രം, കോമ്പോസിഷനിലോട്ട് എത്താൻ വേണ്ടി ടച്ച് ചെയ്തു. എപ്പോഴാണ് കോമ്പോസിഷൻ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ടച്ച് ചെയ്തത്. ഓക്കെ. അപ്പം നമുക്ക് 2 ഓപ്ഷൻ. അപ്പോൾ നമ്മളെ ക്ലയൻറ്റ് വന്ന് നമ്മളോട് പറയുകയാണ് JC രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറയുകയാണ്. അയാൾ എന്തോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് JC രജിസ്ട്രേഷൻ എടുക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് റെഗുലർ ബേസിൽ എടുക്കണോ അതോ കോമ്പോസിഷനിൽ എടുക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് അറിയില്ല എന്താണ് റെഗുലർ ബേസ്, എന്താണ് കോമ്പോസിഷൻ ബേസ് എന്നുള്ളത്. റെഗുലർ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ റെഗുലർ, അതായത് മന്ത്ലി റിട്ടേൺ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക കറക്റ്റായിട്ട്, ഒരു പ്രത്യേകിച്ച് അവിടെ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ എടുക്കുക. അപ്പോൾ പിന്നീട് അവൾ പറയാണ്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നോർമൽ ബേസ്, പക്കാ നോർമൽ, പ്രത്യേകിച്ച് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ ആയിട്ടുള്ള റെഗുലർ ബേസിസിൽ നമുക്ക് JC രജിസ്ട്രേഷൻ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോമ്പോസിഷൻ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കോമ്പോസിഷൻ എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ, എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ് മെച്ചം, എടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണുള്ളത്, എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഇവിടെ നോക്കാനുള്ളത്. അപ്പോൾ ആ പേരിൽ തന്നെ എടുത്ത കോമ്പോസിഷൻ, അത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് സ്കീമാണ്. അത് എല്ലാവർക്കും ഓപ്ഷനാണ്, അത് എടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇറ്റ്സ് ആൻ ഓപ്ഷൻ ആക്ച്വലി. അത് എടുക്കണമെന്ന് ആരും നിർബന്ധമായിട്ട് ഓടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കോമ്പോസിഷൻ മസ്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, ഇറ്റ്സ് ആൻ ഓപ്ഷൻ, വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വേണമെങ്കിൽ എടുക്കാം. അത് എടുക്കണം എന്ന് നിർബന്ധമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇനി ഇത് ആർക്കൊക്കെ എടുക്കാം എന്നാണ് അടുത്ത ചോദ്യം. ഒരു മിനിറ്റ്, ആർക്കാണ് ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ. ഇത് ആർക്കാണ് എടുക്കുക? ഞാൻ മൊത്തം ലൈന് വായിക്കുന്നില്ല, ഇത് പക്ക ലോ ലാംഗ്വേജ് ആണ്. ഞാൻ ഇതിന്റെ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നു. ഓക്കെ. നമുക്ക് അത്രയും ഡീപ്പായിട്ട് പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ആവശ്യമില്ല. നമുക്ക് വേണ്ട ഇപ്പോൾ തിയറി, നമ്മളെ സെക്ഷൻസ് എങ്ങനെ വായിക്കുക എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. വേറെ കുറച്ച് ഏരിയാസിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കുറച്ച് ഏരിയാസിൽ നമുക്കത് വായിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കി പോയാൽ മതി. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ടേൺ ഓവർ 1.5 കോടിക്ക്, 1.5 കോടിയല്ലേ, 1.5 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ, എനിക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടിക്ക് താഴെ ആയിരിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, ഇയാൾ പുതിയ ബിസിനസ്സുകാരനല്ലേ, ഇയാൾക്ക് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവറേ ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അയാൾക്ക് കൂളായിട്ട് ഓപ്റ്റ് ചെയ്യാം, ശരിയല്ലേ? കണ്ടീഷൻ നോക്കടാ, കണ്ടീഷൻ എന്താ പറയുന്നത്? അപ്പോൾ ഈ പുതിയ ക്ലയൻറ്റിന് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പറ്റും. കാരണം എന്താ, കണ്ടീഷൻ എന്താ, പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെ ആയിരിക്കണം. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളാണ്, പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് ടേൺ ഓവറേ ഇല്ല, ടേൺ ഓവർ 0 ആണ്. അപ്പോൾ 1.5 കോടിക്ക് താഴെയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ കോമ്പോസിഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കോടിക്ക് താഴെ ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻ വരുന്ന മറ്റൊരു കേസ് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്ക് ഇതുവരെ എന്താ ചെയ്യുക, GST രജിസ്ട്രേഷൻ ഇല്ലാന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ റെഗുലർ ബേസിൽ GST രജിസ്ട്രേഷൻ ഉണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കൺവേർട്ട് ചെയ്യാൻ പോവാണ് കോമ്പോസിഷനിലോട്ട്. അങ്ങനെ പറ്റുമെന്ന് അടുത്ത ചോദ്യം. യെസ്, പറ്റും. കോമ്പോസിഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം, കോമ്പോസിഷൻ ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ പറ്റും, അതൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ടേൺ ഓവർ ചിലപ്പോൾ ഉണ്ടാവും, അല്ലേ? ഓൾറെഡി ബിസിനസ് റൺ ചെയ്തിരിക്കുന്ന ആളാന്ന് പറയുമ്പോൾ അയാൾക്ക് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ആ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ നമ്മൾ ചെക്ക് ചെയ്യണം, വെതർ 1.5 കോടിക്ക് മേലെയാണോ താഴെയാണോ എന്നുള്ളത്. 1.5 കോടിക്ക് മേലെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല, അങ്ങോട്ട് കോമ്പോസിഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. 1.5 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കോമ്പോസിഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ, ആ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 കോടിക്ക് താഴെ ആയിരിക്കണം അയാളുടെ ടേൺ ഓവർ. ഏത് ടേൺ ഓവർ? കഴിഞ്ഞ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ സാമ്പത്തിക വർഷത്തെ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണെങ്കിൽ മാത്രമാണ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇനി അങ്ങനെ പറ്റിയാൽ തന്നെ അടുത്തത് അങ്ങനെ പറ്റിയാൽ തന്നെ ഇവിടെ പറയാണ്, ഇവിടെ കുറച്ച് പെർസെൻറ്റേജുകൾ കാണാം. 0.5% ഓഫ് ദി ടേൺ ഓവർ, 2.5% ഓഫ് ദി ടേൺ ഓവർ, 0.5% ഓഫ് ദി ടേൺ ഓവർ ഓഫ് ദി ടാക്സബിൾ സപ്ലൈ എന്നൊക്കെ കാണാം. അപ്പം
ഇതിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ കോമ്പോസിഷൻ അല്ല, നമുക്ക് താഴെ പറയാനുണ്ട്, എന്നാലും ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, കോമ്പോസിഷൻ എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഗുഡ്സ്, നമുക്കിപ്പം GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്, ശരിയല്ലേ? ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്, രണ്ടിനും കൂടി ഒരു ആക്ട് ആക്കി കൊണ്ടുവന്നാണല്ലോ, വൺ നേഷൻ വൺ ടാക്സ് ആണല്ലോ. അപ്പോൾ കോമ്പോസിഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ്. അതായത് ഗുഡ്സ് മാത്രം വിൽക്കുന്ന ആൾക്കാർ, എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഞാനൊരു സർവീസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഞാൻ ചെയ്യുന്നത് എന്താ, സർവീസാണ്, എനിക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഗുഡ്സ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി അതിൽ തന്നെ അപ്പോൾ നോക്കിട്ടാ അപ്പോൾ ഇവിടെ 0.5% ഓഫ് ദി ടേൺ ഓവർ ഇൻ കേസ് ഓഫ് മാനുഫാക്ചർ. ഓക്കെ, ഇവിടെ മാനുഫാക്ചറർ പറഞ്ഞ് 2.5% ഓഫ് ദി റെസ്റ്റോറൻറ്റ് സർവീസ്. അതെന്താ റെസ്റ്റോറൻറ്റ് സർവീസ് ഇവിടെ വരുന്നത്? അപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു സർവീസ് അല്ലേ? ഇത് റെസ്റ്റോറൻറ്റിനെ മാത്രം ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ഏതാ? ഏക സർവീസ് ഏതാ? റെസ്റ്റോറൻറ്റ് സർവീസസ്. അതായത് റെസ്റ്റോറൻറ്റ് ആൽക്കഹോൾ സപ്ലൈ ചെയ്യാത്ത, സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ആൽക്കഹോൾ സപ്ലൈ ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് സർവീസസിന് എന്ത് ചെയ്യാം? ഗുഡ്സിൻ്റെ ഓപ്റ്റ് ചെയ്യുന്ന ആ കോമ്പോസിഷൻ പോലെ തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണെങ്കിൽ സർവീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാലും അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഈ പെർസെൻറ്റേജുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഈ പെർസെൻറ്റേജുകൾ പറയുന്നതിന് മുമ്പേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാനുള്ള സാധനമാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാലേ ഈ പറഞ്ഞ സാധനം മനസ്സിലാവുള്ളൂ. സാധാരണ റെഗുലർ സ്കീമിൽ നമ്മളൊരു കച്ചവടം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം GST എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ആ പ്രോസസ്സ് എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഞാനൊരു സാധനം വാങ്ങി, ഞാനൊരു റീറ്റെയിൽ കച്ചവടക്കാരനാണ്, എൻ്റെ തൊട്ട് മുന്നേ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരനുണ്ടാവും. അപ്പോൾ ഹോൾസെയിൽ കച്ചവടക്കാരൻ എനിക്ക് സാധനം തരും, ഞാൻ ആ സാധനം എന്ത് ചെയ്യും? എൻ്റെ കസ്റ്റമറിന് വിൽക്കും. ഇതാണല്ലോ പ്രോസസ്സ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും, കുറേ ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ബെയറായിട്ട് പറയുന്നുള്ളൂ, ഇത് ഡീപ്പായിട്ട് പറയുന്നില്ല, കാരണം ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇതിന് തന്നെ വേണം. ജസ്റ്റ് ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ആംഗിൾ, ജസ്റ്റ് ഒരു ബെയറായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഹോൾസെയിൽ കച്ചവടം 100 രൂപക്കാണ് ഞാൻ ഹോൾസെയിൽ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിയത്. ഓക്കെ, ഞാൻ റീറ്റെയിലറാണ്, എനിക്ക് ശേഷം ഒരു കസ്റ്റമർ ഉണ്ട്. ഓക്കെ, അപ്പം ബിഫോർ ദാറ്റ് എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഈ GST എന്ന് പറയുന്ന ടാക്സിന്റെ ലയബിലിറ്റി ആർക്കാ? ഇതിന്റെ ബേർഡൻ ആർക്കാ പറയാൻ പറ്റും? ടാക്സ് ആണ് ഇതിന്റെ ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ലയബിലിറ്റി ഇത് അടക്കുന്നത് ശരിക്കും ആരാ? ഒന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും ഉത്തരവുണ്ടോ ചാറ്റ് ബോക്സിൽ? ഇതിന്റെ ബാധ്യത ശരിക്കും ആർക്കാ വരുന്നത്? GST കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഇതിന്റെ എഫക്റ്റ് ആരൊക്കെ ശരിക്കും വരുന്നത്? അറിയില്ല. കസ്റ്റമറിന്, ഉപയോക്താവിന്. അപ്പൊ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും, അതായത് റീറ്റെയിലർ, ഹോൾസെയിലർ, ഇവർക്കൊന്നും യാതൊരു എഫക്റ്റും GST കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ വരുന്നില്ല. GST ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ബേസ്ഡ് ടാക്സ് ആണ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ടാക്സ് വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, കസ്റ്റമർ ആരാണോ അത് ഉപയോഗിക്കുന്നത് അയാൾക്കാണ് ഇതിന്റെ ബേർഡൻ. അപ്പൊ GST കൂടിയാലും കുറഞ്ഞാലും അതിന്റെ എഫക്ട് അൾട്ടിമേറ്റ്ലി ഉപയോക്താവിനാണ്. അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ലക്ഷറി ഐറ്റംസിനൊക്കെ സത്യം പറഞ്ഞാൽ 28% ടാക്സ്. അപ്പൊ ഈ ലക്ഷറി ഐറ്റംസിന് 28% ടാക്സ് വെക്കുന്നതിന്റെ ലോജിക്ക് എന്താവും? കാരണം അത് ഉപയോഗിക്കുന്നവൻ എന്താ, ലക്ഷറി ആയിട്ട് അത്രയും വലിയ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ടാക്സ് അടക്കട്ടെ. അതാണ് അതിന്റെ കഥ. ഇപ്പൊ ചില കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ 28% ചില കാറിനുള്ള എന്താ പറയാ ടാക്സ്. അതിന്റെ റീസൺ എന്താ? കാർ അത്രയും എമൗണ്ടിന് അയാൾക്ക് എടുക്കാൻ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ടാക്സ് അടക്കട്ടെ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഉപയോഗിക്കുന്ന ആരാണോ അയാൾക്കാണ് അൾട്ടിമേറ്റ്ലി GSTയുടെ ബേർഡൻ, വേറെ ആർക്കും അല്ല. ആരാണോ കസ്റ്റമർ, ഉപയോക്താവിനാണ് അൾട്ടിമേറ്റ്ലി ബേർഡൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചിൻ്റെ എക്സാമ്പിളിലോട്ട് വരികയാണ്. അപ്പോൾ 100 രൂപക്കാണ്, ഞാൻ റീറ്റെയിലറാണ്, നിങ്ങളാണ് കസ്റ്റമർ. അപ്പം ഞാൻ 100 രൂപക്ക് ഒരാളേക്ക് സാധനം വാങ്ങി. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യും? GST കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എൻ്റെ ഹോൾസെയിലർ എൻ്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യും. സപ്പോസ് 10% GST എന്ന് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് 100 × 10%, 10 രൂപ കളക്ട് ചെയ്യും. 110 രൂപ ഞാൻ അയാൾക്ക് കൊടുക്കും, ശരിയല്ലേ? 110 രൂപ ഞാൻ ഹോൾസെയിലർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഹോൾസെയിലർ 110 രൂപ എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് ഞാൻ 100 രൂപ പ്രൊഡക്റ്റിൻ്റെ വിലയായിട്ടും
10 രൂപ ടാക്സ് ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, അങ്ങനെ അയാൾ അത് സ്വീകരിച്ച് അയാൾ എന്ത് ചെയ്ത് പോയി. അയാൾ ശരിക്കും 100 രൂപ അയാൾക്ക് പോക്കറ്റിലിടണമെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റിന്റെ വിലയാണ്. 10 രൂപ അയാൾ എന്ത് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. 10 രൂപ അയാൾ എന്ത് ചെയ്യും? 10 രൂപ അയാൾ ഗവൺമെന്റിലോട്ട് അടക്കും. ഇതാണ് പ്രോസസ്സ്. ഇതൊക്കെ പിന്നീട് ഡീപ്പായിട്ട് പഠിക്കാനുള്ള സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അയാൾ ഗവൺമെന്റിലോട്ട് ടാക്സ് ഒരിക്കലും കയ്യിൽ വെച്ചുകൊണ്ട് വെക്കാൻ പാടില്ല. ടാക്സ് അയാൾ നേരെ ഗവൺമെന്റിലോട്ട് അടക്കും. ആരെ പേരിൽ അടക്കും? ആരാ അത് കൊടുത്തേ? ഞാനാ കൊടുത്തേ. എൻ്റെ പേരിൽ അയാൾ ഗവൺമെന്റിലോട്ട് അടക്കും. അപ്പോൾ ഗവൺമെന്റ് മനസ്സിലായി ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 10 രൂപ ഞാൻ ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഇതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്നെ റീറ്റെയിലറായ എന്നെ സംബന്ധിച്ച് ഈ 10 രൂപ എന്താ? ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് ആണ്. അതിനെ ഞാൻ വിളിക്കുന്ന പേരെന്താ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇനി ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചതല്ല, ഞാനിതെന്താ കച്ചവടം ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഇപ്പം ഞാൻ ഫൈനലി ഇതെന്ത് ചെയ്യാൻ വിൽക്കാൻ പോവാണ്. ആർക്ക്? നിങ്ങൾക്ക് വിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇത് 100 രൂപക്ക് തന്നെ വാങ്ങി 100 രൂപക്ക് തന്നെ വിൽക്കില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രോഫിറ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യും. സപ്പോസ് എൻ്റെ പ്രോഫിറ്റ് ഞാൻ ആഡ് ചെയ്തത് 20 രൂപയാണ്. അപ്പോൾ ഞാൻ വിൽക്കാൻ പോകുന്നത് എത്ര രൂപക്കായിരിക്കും? 120 രൂപക്കായിരിക്കും. 120ഉം GST ആഡ് ചെയ്യേണ്ടേ, പ്ലസ് 10% GST കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 12 രൂപ. 10% GST കൂട്ട് വെറുതെ. അപ്പോൾ 12 രൂപ എന്ത് ചെയ്യും? ടാക്സും വരും. അപ്പോൾ 122 രൂപയായിരിക്കും, 132 രൂപയായിരിക്കും അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളേക്കെന്ന് വാങ്ങുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാണ്? നിങ്ങൾ എന്തേ നോക്കുള്ളൂ? പ്രൊഡക്റ്റിന്റെ വിലയെ നോക്കുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ വില എത്രയാണ്? 132 രൂപ. ശരിയല്ലേ? നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. 132 രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ, നിങ്ങൾ എനിക്ക് എത്ര രൂപ ടാക്സ്? നിങ്ങൾ ബില്ല്, ഞങ്ങൾക്ക് ബില്ല് വന്നിട്ടുണ്ടോ? ബില്ലിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുക? 120 രൂപ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ടും 12 രൂപ എന്തായിരിക്കും ടാക്സ് ആയിട്ടും 132 രൂപ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തന്നു. എൻ്റെ കയ്യിൽ ടാക്സ് ആയിട്ട് എത്ര രൂപയുണ്ട്? 12 രൂപ എൻ്റെ കയ്യിൽ ടാക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞ് ടാക്സ് ഒരിക്കലും കയ്യിൽ വെച്ചുകൊണ്ട് വെക്കാൻ പാടില്ല, നിങ്ങൾ ഗവൺമെന്റിലോട്ട് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 12 രൂപ ഞാൻ അടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഗവൺമെന്റിലോട്ട് അടക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു 10 രൂപ ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇനി വീണ്ടും ഞാൻ ഈ 12 അടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി ഞാൻ 10 കൊടുത്തു വെച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 12 അടക്കാൻ വേണ്ടി പോകുമ്പോൾ 10 ഓൾറെഡി കൊടുത്തതുണ്ട്, അത് 12ൽ നിന്ന് 10 കുറച്ച് ബാക്കി 2 മാത്രം ഞാൻ ഓൺ ദ സ്പോട്ട് അടച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ വോയിസ് അയച്ചാൽ പറയില്ല, നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം. ഇവിടെ അൾട്ടിമേറ്റ്ലി എത്ര രൂപ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കിട്ടി? ഒന്ന് പറയൂ, നിങ്ങൾക്ക് തോന്നിയത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നി? എത്ര രൂപ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കിട്ടി? ഗവൺമെന്റിന് ക്യാഷിൽ ടാക്സ് ആയിട്ട് എത്ര കിട്ടി? ഓപ്ഷൻ വേണോ? 10 രൂപ, 12 രൂപ, 2 രൂപ. 3 ഓപ്ഷൻ. ഇതിലേതാ? 10 ആണോ 12 ആണോ 2 ആണോ അൾട്ടിമേറ്റ്ലി ഗവൺമെന്റിന് കിട്ടിയത്? 12 കിട്ടി. ആ 12 കിട്ടിയ വേ എങ്ങനെയായിരുന്നു? 2 രൂപ ഞാനും 10 രൂപ ഹോൾസെയിലറാണ് പേ ചെയ്തത്, എന്നുവെച്ചാൽ ഗവൺമെന്റ് അടച്ചത് അല്ലേ? പക്ഷെ ഈ 12ഉം തന്നതാരാ? അതായത് 12ന്റെയും ബർഡൻ വന്നതാർക്കാം? ലയബിലിറ്റി വന്നതാർക്കാം? അതൊന്ന് പറയോ? കസ്റ്റമർ. യെസ്, കറക്റ്റ്. കസ്റ്റമറാ 12 രൂപ തന്നേ. ഓക്കെ, സോ ഇങ്ങനെയാണ് GST ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ GSTയിൽ എന്തും പഠിക്കാം. സത്യം. ഈ സമ്പത്തിന്റെ ഈ ഒരു വേ ഇല്ലേ, ഈ ഒരു സർക്കിള് അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിലാണ് ആക്ച്വലി GST കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ് GST വർക്ക് ചെയ്യുന്ന ഈ ലൂപ്പിലാണ്. ഇത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമ്മൾ തിരിച്ച് നമ്മളെ കോമ്പോസിഷനിലോട്ട് തന്നെ. ഇത് നമുക്ക് ഡീപ്പായിട്ട് വേറെ സ്ഥലത്ത് പഠിക്കാനുള്ളതാണ്, നമുക്ക് പിന്നീട് നോക്കാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഒരുപാട് ഏരിയ നമുക്ക് നോക്കാണ്ട്, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കാണ്ട്, തിയറി പെർസ്പെക്റ്റീവിൽ നോക്കാനുള്ള ഏരിയയാണ്. അത് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ കോമ്പോസിഷൻ സ്കീമിന്റെ മെയിൻ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇത് ഗുഡ്സിന് മാത്രമാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അതിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള നമുക്ക് അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള എന്ന് പറയാം, ഒരു സർവീസിന് മാത്രം പറ്റും. ആ സർവീസാണ് റെസ്റ്റോറൻറ്റ് സർവീസ്. ഓക്കെ, ഇനി ഇതിൽ ഇവിടെ പറഞ്ഞ് ഈ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കാ? 1.5 കോടി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ടേൺ ഓവറിലവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഇപ്പം ഞാൻ റീറ്റെയിലറാണ്, ഞാനിത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗവൺമെന്റിലോട്ട് എത്ര ടാക്സ് അടക്കണം? 0.5% ഓഫ് ദി ടേൺ ഓവർ.
എനിക്ക് ആ ഒരു സമയത്ത് എത്രയാണോ ടേൺ ഓവർ ഉണ്ടായിരുന്നത് അതിൻ്റെ 0.5%. 0.5% നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CGST 0.5%. CGST 0.5% വരുമ്പോൾ ഒബ്വിയസ്ലി SGST എന്ത് വരും? 0.5% വരും. ഓക്കെ, അപ്പോൾ CGST 0.5%, SGST 0.5%. CGST SGST നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് പറയണമെങ്കിൽ നമ്മൾ ഇൻട്രാസ്റ്റേറ്റും പറയണം. ഓക്കെ, നമുക്ക് പിന്നീട് ഡീപ്പായിട്ട് നോക്കാം എന്താണ് ഇൻട്രാസ്റ്റേറ്റ്, എന്താണ് ഇന്റർസ്റ്റേറ്റ്. തൽക്കാലം ഇപ്പം നിങ്ങൾ നോക്കുക, അതായത് ടോട്ടൽ 1% ഗവൺമെന്റിലോട്ട് ടാക്സ് ആയിട്ട് അടക്കണം. റെസ്റ്റോറൻറ്റ് സർവീസിന്റെ കേസിലോ ടോട്ടൽ 5% ഗവൺമെന്റിലോട്ട് അടക്കണം. ഓക്കെ, ഇത് മാനുഫാക്ചറർ ആണ്. ഇനി അടുത്തത് ട്രേഡേഴ്സിന്റെ കേസിലോ, ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ കച്ചവടക്കാർ, മാനുഫാക്ചർ അല്ലാത്ത സാധാരണ വ്യാപാരികൾ, എത്രയാ? 1% ഗവൺമെന്റിലോട്ട് അടക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പിക്ചർ ഞാൻ പറയുകയാണ്. ഞാൻ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ആളാണ്. ഓക്കെ, ഞാനും കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ പ്രത്യേകത എന്താ? എൻ്റെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ 1.5 കോടിക്ക് താഴെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടല്ല കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വല്ല സാധനം വിൽക്കാന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന പോയിന്റ് കേൾക്കണേ, നമ്മൾ പായഞ്ച് പറയാനുള്ളതാണ്. ഞാൻ ഒരിക്കലും കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഞാൻ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തതാണ്. അപ്പൊ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ എന്താ വെച്ചിട്ടുള്ളത്? ഒരിക്കലും കസ്റ്റമറെ കയ്യിൽ നിന്ന് നിങ്ങൾ ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പിക്ചറിൽ ഞാൻ എന്ത് പറഞ്ഞിരുന്നു? കസ്റ്റമറെ കയ്യിൽ നിന്ന് 12 രൂപ ടാക്സ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ആളാണെങ്കിൽ ഞാൻ ഒരിക്കലും കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പിക്ചറിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 10 രൂപ ഓൾറെഡി അയാൾക്ക് കൊടുത്ത ടാക്സ് ഞാൻ തിരിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ എടുക്കാനും പാടില്ല. നിങ്ങൾ കോമ്പോസിഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ 2 റെസ്ട്രിക്ഷനായി. ഒന്നെന്താ? നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എടുക്കാൻ പറ്റൂല. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത ടാക്സ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല, തിരിച്ചെടുക്കാൻ പറ്റൂല. അതുപോലെ തന്നെ കസ്റ്റമറെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ഒന്നും വാങ്ങാനും പാടില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കഥ എന്താ? കഥ എത്രയേ ഉള്ളൂ. എത്രയാണോ എൻ്റെ സെയിൽസ് അതിന്റെ ടാക്സ് ഞാൻ തന്നെ അടക്കുക. എൻ്റെ എക്സ്പെൻസ് ആയിട്ട് മാറുന്നത്. അതായത് ഞാനൊരു മാനുഫാക്ചറർ ആണെങ്കിൽ എൻ്റെ സെയിൽസ് എത്രയാണോ അതിൻ്റെ 1% ഞാൻ ടാക്സ് ആയിട്ട് അടക്കും. ഞാനൊരു റെസ്റ്റോറൻറ്റ് സർവീസുകാരനാണെങ്കിൽ എൻ്റെ ടേൺ ഓവർ എത്രയാണോ, അതായത് എൻ്റെ സെയിൽസ് എത്രയാണോ അതിൻ്റെ 5% ഞാൻ തന്നെ അടക്കും എൻ്റെ പോക്കറ്റിൽ നിന്ന്. ഞാനൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിലോ എത്രയാണോ എൻ്റെ ടേൺ ഓവർ അതിൻ്റെ 1% ഞാൻ ഗവൺമെന്റിലോട്ട് അടക്കും. അപ്പോൾ ഇവിടെ കസ്റ്റമറിന്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യുന്നില്ല? ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് അറിയണമെന്നുണ്ടെങ്കിൽ, ചില റെസ്റ്റോറൻറ്റുകൾക്കൊക്കെ ഇതാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ടാക്സ് കളക്ട് ചെയ്യൂല. അത് നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലൊക്കെ അതിൽ ബില്ലിൽ പറഞ്ഞിട്ടുണ്ടാവും, ബില്ലിൽ ടാക്സ് ഒന്നും കാണൂല. അതിൽ താഴെ പറഞ്ഞിട്ടുണ്ടാവും വി ആർ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു സെന്റൻസ്, ഒരു ലൈൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ പറയണം എന്ന് നിർബന്ധമാണ്. കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. കസ്റ്റമർ അവെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാ? ഗുഡ്സ് മാത്രം ട്രേഡ് ചെയ്യുന്നവർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അതിൽ തന്നെ അവരുടെ ടേൺ ഓവർ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടിക്ക് താഴെ ആയിരിക്കണം. ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂല, കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് എടുക്കാൻ പറ്റൂല. ഇനി അതിൽ തന്നെ അവർ ടാക്സ് കയ്യിൽ നിന്നെടുത്ത് അടക്കണം. ആര്? കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തവർ. എങ്ങനെ അടക്കണ്ടേ? ടേൺ ഓവറിന്റെ 1%, ഇൻ കേസ് ഓഫ് മാനുഫാക്ചറർ. ഇനി റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 5%, ട്രേഡർ ആണെങ്കിൽ 1%. അപ്പോൾ ഇവിടെ വേറെ സംശയം കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഈ മാനുഫാക്ചറും ട്രേഡറും രണ്ടും ഒന്നല്ലേ? രണ്ടും 1% തന്നെയല്ലേ? എന്തിനാ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കേ, എയും സിയും രണ്ടും ഒരേ തന്നെയല്ലേ? നോക്കിക്കേ, ടേൺ ഓവർ ഓഫ് ദി 0.5 ആണ്. പക്ഷെ ഇവിടെ രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ടേൺ ഓവർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയോ ടേൺ ഓവർ ഓഫ് ദി ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഈ ടാക്സബിളും ടോട്ടൽ ടേൺ ഓവറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ടാക്സബിൾ ടേൺ ഓവർ മാത്രമാണ് നോക്കുന്നത്. അതായത് എക്സംപ്റ്റ് സർവീസ്, എക്സംഷൻ സർവീസ് വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ, GST ഇല്ലാത്ത ഐറ്റംസിന്റെ വല്ല സാധനങ്ങൾ നിങ്ങൾ സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേൺ ഓവറിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ടാക്സ് അടക്കണ്ട. പക്ഷെ മാനുഫാക്ചറുടെ കേസിൽ അതല്ല, ടോട്ടൽ ടേൺ ഓവർ ആണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എന്താ പറയാ, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല.
പക്ഷേ എക്സാംസിനൊക്കെ അധികം ചോദിക്കുന്ന ഒരു സാധനമാണത്. നിങ്ങളെ CA CMA എക്സാംസിനും BCom എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ അറിഞ്ഞ എന്താ പ്രാക്ടിക്കൽ വെബ്സൈറ്റിൽ എന്താ അറിഞ്ഞാൽ മതി, ടോട്ടൽ എത്രയാണോ ടേൺ ഓവർ അതിന്റെ ഒരു ശതമാനം. നമുക്ക് അധികം വരുന്ന കസ്റ്റമേഴ്സ് എന്തായിരിക്കും, ട്രേഡേഴ്സ് ആയിരിക്കും. കോമ്പോസിഷൻ മാനുഫാക്ചേഴ്സ് ഒന്നും അധികം അവരുടെ ടേൺ ഓവർ ഈ പറഞ്ഞ 1.5 കോടിക്ക് താഴെ ആവില്ല. അധികം വലിയൊരു മാനുഫാക്ചർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഗ്രോസ് റിസീറ്റ്സ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് എങ്ങനെ ആയാലും ക്രോസ് ആൻഡ് ക്രോസ് കൂടും. കാരണം അവർ വെറുതെ മാനുഫാക്ചർ ചെയ്യാൻ നിൽക്കില്ല. അത്യാവശ്യം നല്ല ടേൺ ഓവറുള്ള ടീമായിരിക്കും അധികം മാനുഫാക്ചേഴ്സ് എൻ്റെ അറിവിൽ. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ വെബ്സൈറ്റിൽ കൂടുതൽ വരുന്നതും ആരായിരിക്കും, ഈ ട്രേഡേഴ്സ് ആയിരിക്കും, നോർമൽ ട്രേഡേഴ്സ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അടുത്തൊരു പ്രശ്നം. അപ്പൊ ഈ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തവർക്ക് ഇതുവരെ ഓക്കെ ആണോ അത് ചോദിച്ചില്ല. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓക്കെ ആണോ? ജസ്റ്റ് ഇപ്പൊ പറഞ്ഞ പോയിന്റ്സിലൊക്കെ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. നമ്മൾ ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല കോമ്പോസിഷൻ, പ്രാക്ടിക്കൽ വേയിൽ നമ്മൾ തിങ്ക് ചെയ്താൽ മതി. ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, എന്നാലും ഞാൻ കുറച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ ബാക്കിയുള്ളവരും? ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം കേട്ടോ. ഞാൻ ഗുഡ്സ് മാത്രം ചെയ്യുന്ന ആളാണ്. ഓക്കെ, കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അടുത്ത ചോദ്യം വരികയാണ്, എനിക്കിപ്പോൾ സർവീസ് ചെയ്യാനേ പറ്റൂല, തീരെ സർവീസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരൊരു ഓപ്ഷൻ കൊണ്ടുവന്ന് നിങ്ങൾ സർവീസ് കൂടി ചെയ്തോളൂ. അതാണ് ഈ ബോൾഡ് ചെയ്തിട്ടുള്ള സാധനം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു മൊബൈൽ കച്ചവടക്കാരനാണ്. മൊബൈൽ ആക്സസറീസും മൊബൈലും കച്ചവടം ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഗുഡ്സ് മാത്രമല്ലേ, ഞാൻ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ആളാണ്. എനിക്ക് മൊബൈൽ സർവീസും കൂടി ചെയ്യണം. അതായത് മൊബൈലിൻ്റെ സർവീസ് ഇല്ലേ, ഈ റിപ്പയറിംഗ് സർവീസും കൂടി ചെയ്യണം. അപ്പോൾ എനിക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സർവീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോമ്പോസിഷൻ ഇനെലിജിബിൾ ആവുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം, ഗുഡ്സ് മാത്രമാണെങ്കിൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ സർവീസും കൂടി ചെയ്യാം. പക്ഷേ സർവീസിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിന് കൂടുതൽ ചെയ്യാൻ പാടില്ല. ആ ലിമിറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസും കൂടി കൂട്ട ചെയ്യാം. പക്ഷെ എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല? വാല്യൂ നോട്ട് എക്സീഡിങ് 10% ഓഫ് ദി ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഓർ 5 lakh വിച്ച് ഈസ് ഹയർ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ ടേൺ ഓവറിന്റെ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിന്റെ സെയിൽസിന്റെ 10% കൂടാ, നോട്ട് എക്സീഡിങ് 10% വരെയോ അല്ലെങ്കിൽ 5 ലക്ഷം വരെയോ വിച്ച് ഈസ് ഹയർ, അതുവരെ നിങ്ങൾക്ക് സർവീസും കൂടി ചെയ്യാം. അതായത് ഞാനൊരു മൊബൈൽ കച്ചവടക്കാരനാണ്, ഞാൻ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത ആളാണ്. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് 20 ലക്ഷമാണ് കൂട്ടാം, 20 ലക്ഷം. അപ്പോൾ 20 ലക്ഷമാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടേൺ ഓവർ, കഴിഞ്ഞ വർഷത്തെ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്രാവശ്യം മുതൽ റിപ്പയറിംഗ് സർവീസ് കൂടി ചെയ്യാൻ പോവാണ്. എനിക്ക് ഈ വർഷം എത്ര വരെ റിപ്പയറിംഗ് സർവീസ് ചെയ്യാം? ആരെങ്കിലും ആൻസർ അറിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടേൺ ഓവർ 20 ലക്ഷമാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള കോമ്പോസിഷൻ സ്കീമാണ്. എനിക്ക് എന്ത് ചെയ്യണം, ഈ റിപ്പയറിംഗ് സർവീസും കൂടി ചെയ്യണം. അപ്പോൾ കോമ്പോസിഷൻ ബ്രേക്ക് ചെയ്യാതെ എനിക്ക് എത്ര വരെ എനിക്ക് ഈ പറഞ്ഞ റിപ്പയറിംഗ് സർവീസ് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവറിൻ്റെ 10% വരെയോ അല്ലെങ്കിൽ 5 ലക്ഷമോ വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എത്രയാണ്? 20 ലക്ഷം. അതിൻ്റെ 10% എത്രയാണ്? 2 ലക്ഷം. അല്ലെങ്കിൽ 5 ലക്ഷമോ വിച്ച് എവർ ഈസ് ഹയർ. 2 ലക്ഷമാണോ 5 ലക്ഷമാണോ ഹയർ? 5 ലക്ഷം. അതായത് എനിക്ക് ഈ വർഷം 5 ലക്ഷം വരെ എന്ത് ചെയ്യാം, റിപ്പയറിംഗ് സർവീസ് നടത്താം. 5 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ കോമ്പോസിഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകണം, എനിക്ക് പിന്നെ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഇത് വരും. ഇപ്പോൾ അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞ മൊബൈൽ സർവീസിൻ്റെ കേസ്, മൊബൈൽ ആക്സസറീസിൻ്റെ കൂടെ സർവീസും കൂടി ചെയ്യുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ഫ്രം തിയറി പെർസ്പെക്റ്റീവ് ഓൾസോ. എക്സാമിനൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു സാധനം അത്, CA CMA എക്സാംസിന്. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം നമ്മൾ പറഞ്ഞ് ഒരു 1.5 കോടിയാണ് ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറഞ്ഞത്. ആ 1.5 കോടിക്ക് പ്രകാരം 75 ലക്ഷവും ഇൻ കേസ് ഓഫ് താഴെ പറയുന്ന സ്റ്റേറ്റുകൾ: അരുണാചൽ പ്രദേശ്, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ, സിക്കിം, ഉത്തരാഖണ്ഡ്. ഇവിടെയൊക്കെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 കോടി ടേൺ ഓവർ എന്നല്ല പറഞ്ഞ്, ആ 1.5 കോടി പകരം നമ്മൾ നോക്കേണ്ടത് 75 ലാക്കാണ്. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്താണ്, ആ സ്റ്റേറ്റിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 75 ലക്ഷം വരെ ടേൺ ഓവറിലവർക്ക് മാത്രമേ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം കടന്നിട്ടുണ്ടെങ്കിൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ആർക്കൊക്കെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
അപ്പോൾ നമ്മൾ ഈ താഴെ പറഞ്ഞ കാറ്റഗറിയിൽ ആരെങ്കിലും ആണ് നമ്മളെ ക്ലയൻറ്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരൊക്കെയാണ് ആൾക്കാർ? ഒന്ന്, സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആൾക്കാർ. അതർ ദാൻ ഏത്? ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റ് സർവീസുകാർ അവർക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം. സോ റെസ്റ്റോറൻറ്റ് സർവീസ് അല്ലാത്ത വേറെ ഏതെങ്കിലും സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി സപ്ലൈ വിച്ച് ആർ നോട്ട് ലെവിയബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ആക്ട്. GST ഇല്ലാത്ത എന്തെങ്കിലും എന്താ പറയുക ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, GST ലെവിയബിൾ അല്ലാത്ത എന്തെങ്കിലും ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾസോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? GST ഈ പറഞ്ഞ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്റർ സ്റ്റേറ്റ്, ഇതാണ് ഏറ്റവും അടുത്തൊരു ക്രൂഷ്യൽ പോയിന്റ്. ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ, അതായത് എന്താണ് ഇന്റർ സ്റ്റേറ്റ്? നമ്മളെ സ്റ്റേറ്റ് വിട്ടിട്ട്, അതായത് നമ്മളെ പുറത്തോട്ട്, ഔട്ട്സൈഡ് സ്റ്റേറ്റ്. കേരളത്തിലാണ് നമ്മളെ രജിസ്ട്രേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് വല്ല കച്ചവടം ചെയ്യാന്നാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പറഞ്ഞ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ തമിഴ്നാട്ടിലോട്ട് കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, പുറത്ത് ഔട്ട്സൈഡ് സ്റ്റേറ്റും കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് നിങ്ങൾ ക്ലയന്റിനോട് ചോദിച്ചു നോക്കണം. എന്ത്? നിങ്ങൾ ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ നടത്താൻ ചാൻസ് ഉണ്ടോ? ഔട്ട്വേർഡ് ആണ്, ഇൻവേർഡ് അല്ല, പർച്ചേസ് അല്ല, ഔട്ട്വേർഡ് ആണ്. ഔട്ട്വേർഡ് ഉദ്ദേശിക്കുന്നത് സെയിൽസ്. ഓക്കെ, പർച്ചേസ് അല്ല. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ കോമ്പോസിഷൻ എടുത്തിട്ട് ഇന്റർ സ്റ്റേറ്റ് നടത്താണെങ്കിലോ ബ്രേക്ക് ചെയ്ത്, ആ സംഭവം ബ്രേക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് റെഗുലറിലോട്ട് മാറണം. മാറിയില്ലെങ്കിൽ പിന്നെ പെനാൽറ്റി വരും. ഓക്കെ, സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലയന്റിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈസ് നോട്ട് എൻഗേജ് ഇൻ എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ത്രൂ ആൻ ഇക്കോ. ഈ ഇക്കോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഇല്ലേ, ഇതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് അവിടെ പറയുന്നില്ല, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ കച്ചവടം നടത്തുന്ന ആൾക്കാർ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ നമ്മൾ കച്ചവടം നടത്തുകയെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി താഴെ പറയുന്ന മാനുഫാക്ചർ ആവരുത്. മാനുഫാക്ചറാണ് താഴെ പറയുന്ന ഐറ്റംസ് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കും കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്തൊക്കെയാണ് സാധനങ്ങൾ? ഐസ്ക്രീം, അതർ എഡിബിൾ ഐസ്, അതേപോലെ എറേറ്റഡ് വാട്ടർ, പാൻ മസാല, ടൊബാക്കോ, ഇതിൻ്റെ ഒക്കെ താഴെ പറയുന്ന ഐറ്റംസിന് അത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒക്കെ മാനുഫാക്ചറാണ്, ട്രേഡർ അല്ല. ട്രേഡർക്ക് എന്താണ്? അയാൾക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാം. മാനുഫാക്ചർക്ക് പാടില്ല, ട്രേഡർക്ക് പറ്റും. ഇത് എവിടെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ CA CMA എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ് ഇത്. ആരെങ്കിലും CA CMA ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രേഡർ എന്ന് പറഞ്ഞാൽ തരും. അപ്പം നമ്മൾ എന്ത് പറയും? ഇത് വേണ്ടാന്ന് പറയും, കോമ്പോസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ട്രേഡർ അല്ല, മാനുഫാക്ചർ ആണെങ്കിലേ പറ്റാത്തത്. ഓക്കെ, പിന്നെ വരുന്നത് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ കോമ്പോസിഷൻ സ്കീം ഓൺ ഇന്റർസ്റ്റേറ്റ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. നമ്മൾ സാധനം വല്ലതും ഇങ്ങോട്ട് ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തിട്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ ചെയ്യാം, അവിടെയാണ് ബുദ്ധിമുട്ട്. ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നമുക്ക് അറിയണമെങ്കിൽ പറയാം. എനിക്ക് എന്താ പറയുക, ഞാനൊരു പ്രൊപ്പറേറ്ററാണ്. ഓക്കെ, ഞാനൊരു പ്രൊപ്പറേറ്ററാണ്. അപ്പോൾ GST രജിസ്ട്രേഷൻ ആരെ പേരിലെടുക്കുക? ആരെ പാൻ കാർഡ് യൂസ് ചെയ്തിട്ട് എടുക്കുക? എൻ്റെ പാൻ കാർഡ്, ശരിയല്ലേ? ആരാണോ പ്രൊപ്പറേറ്ററിൻ്റെ പാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? GST രജിസ്ട്രേഷൻ എടുക്കുക, ശരിയല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. ആണ്. പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? പാർട്ട്ണർഷിപ്പിന് സെപ്പറേറ്റ് പാൻ കാർഡ് ഉണ്ടാവും, അത് വെച്ചെടുക്കുക. അപ്പോൾ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ നമ്മൾ ആ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് എടുക്കുക. അപ്പോൾ എനിക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്, ഒരു കോഴിക്കോട് എനിക്ക് ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്, വലിയ ടെക്സ്റ്റൈൽ. അതിൻ്റെ GST എൻ്റെ പേരിലാണ്. എനിക്ക് ഒരു മൊബൈൽ ബിസിനസ് ഉണ്ട്, എന്താ പറയുക, മലപ്പുറത്ത് മൊബൈൽ ബിസിനസ്, അവിടെയും GST എടുത്തിട്ടുണ്ട്. ഇതിൽ ആ ടെക്സ്റ്റൈൽ ബിസിനസ് കോമ്പോസിഷനും മൊബൈൽ ബിസിനസ് റെഗുലറും ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? രണ്ട് രജിസ്ട്രേഷനാണ്. ടെക്സ്റ്റൈൽ ബിസിനസ് ഞാൻ റെഗുലർ സ്കീമിലും, മറ്റേ മൊബൈൽ ബിസിനസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ് ഞാൻ കോമ്പോസിഷൻ സ്കീമിലും, മൊബൈൽ ബിസിനസ് റെഗുലർ സ്കീമിലും, ഇങ്ങനെ രണ്ടായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. ഒരു പാൻ കാർഡിൽ ആ പാൻ കാർഡ് ബേസിസിലുള്ള ബാക്കി എല്ലാ ഒരു രജിസ്ട്രേഷൻ കോമ്പോസിഷൻ ആണെങ്കിൽ ബാക്കി എല്ലാ രജിസ്ട്രേഷൻ എന്തിലും വേണം? കോമ്പോസിഷനിൽ വേണം. മിക്സ് ചെയ്തിട്ട് പറ്റൂല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണ്. നിങ്ങളെ ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങളോട് പറയാണ്, എൻ്റെ ടെക്സ്റ്റൈൽ ബിസിനസ് എനിക്ക് ഈ പറഞ്ഞ കോമ്പോസിഷനിലും മൊബൈൽ ബിസിനസ് എനിക്ക് റെഗുലറിലും വേണമെന്ന് പറയാണ്. അങ്ങനെ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ പറ്റൂല എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? രണ്ടും കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷനുള്ള ഇത്രയേ ഉള്ളൂ, ആളെ പേര് മാറ്റുക. ടെക്സ്റ്റൈൽ ബിസിനസ് അയാളെ വൈഫിൻ്റെ പേരിലാക്കുക,
മൊബൈൽ ബിസിനസ് അയാളെ പേരിൽ വെക്കുക. അപ്പോൾ രണ്ട് രജിസ്ട്രേഷൻ ആയില്ലേ, 2 പാൻ കാർഡ് ആയില്ലേ. അപ്പോൾ 2 കോമ്പോഷൻ ഓപ്റ്റ് ചെയ്തൂടെ? പറ്റും. ഇതാണ് പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കുറുക്ക് വഴി. മനസ്സിലായ? അപ്പോൾ ഈ രീതിക്കാണ് നമ്മളെ പ്രാക്ടിക്കലി നമ്മളെ ചിന്ത പോകേണ്ടത്. അല്ല തിയറി ബേസ്ഡ് അല്ല ചിന്ത. അങ്ങനെ പോകരുത്. പ്രാക്ടിക്കലി പിന്നെ നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടെത്താം, അങ്ങനെ ആയിരിക്കണം പിന്നെ ചിന്ത പോകേണ്ടത്. തിയറി വേറെടാ, തിയറി വേറെ, പ്രാക്ടിക്കൽ വേറെ. പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചായിക്കോട്ടെ, നിങ്ങൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ ലോ പറയുന്നുണ്ട് ഹെൽമെറ്റ് ഇട്ടാണ്ടേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്ന്. ബൈക്ക് നിങ്ങൾ എപ്പോഴും ഹെൽമെറ്റ് ഇട്ടാണ്ട് ഓടിക്കുക ആണോ? അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ പുറത്ത് ജംഗ്ഷനിലോട്ടൊന്നും ജസ്റ്റ് നിങ്ങളെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ബൈക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കുക. യെസ് ഓർ നോ? പറ. ആടാ, നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കുക? ആരും പറയുന്നില്ല. ഇവിടെ ആരും ബൈക്ക് ഓടിക്കുന്നവരില്ലേ? അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ്, നിങ്ങൾ കറക്റ്റ് സീറ്റ് ബെൽറ്റ് ഫോളോ ചെയ്യാറുണ്ടോ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും? ഞാൻ ഫോളോ ചെയ്യാറില്ല. ഇല്ല. അപ്പോൾ നിയമം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മളാരും ഫോളോ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇതൊരു നിയമമാണ്. ഇത് കറക്റ്റ് ഫോളോ ചെയ്യുന്നവരെല്ലാവരും അല്ല. എങ്ങനെയൊക്കെയാ ടാക്സ് വെട്ടിക്കാൻ പറ്റുമോ അതല്ല എല്ലാവരും നോക്കുന്നത്, അല്ലേ? കറക്റ്റായിട്ട് GST അടക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ആരുമില്ല. കറക്റ്റായിട്ട് ഇൻകം ടാക്സ് അടക്കുന്ന എൻ്റെ അറിവിൽ ആരുമില്ല. അതിപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എത്ര എന്താ പറയുക എത്തിക്സ് നോക്കുന്ന ആളാണെങ്കിലും, അതിപ്പോൾ നമ്മുടെ മതപരമായിട്ട് എത്തിക്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിലും, ദൈവത്തിനൊക്കെ വിശ്വസിച്ച് അങ്ങനെ എത്തിക്സ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരെ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് ടാക്സ് ഫോളോ ചെയ്യാൻ പാടാ എല്ലാവർക്കും. അത് ഞാൻ പ്രാക്ടിക്കലി നിങ്ങളോട് ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വളരെ പാടാ. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, ഈ CA CMA ആക്ച്വലി കള്ളന് കഞ്ഞി വെക്കുന്ന ആൾക്കാരാണെന്ന്. ഒബ്വിയസ്ലി അത് ഒരു വിധം വരെ കറക്റ്റാണ്. ഇപ്പം നമ്മളടുത്ത് വരുന്ന ക്ലയൻസ് ഒക്കെ നമ്മളോട് എന്താ പറയുക, എല്ലാവരും ആവശ്യപ്പെടുന്നത് എന്താ, എങ്ങനെ ടാക്സ് കുറക്കാൻ പറ്റുക, എന്താ ഇതിൽ ചെയ്യാൻ പറ്റുക എന്നാ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ടാക്സ് സേവിങ് മെത്തേഡ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ടാക്സ് സേവിങ്ങിന് പകരം ടാക്സ് ഇവേഡിങ്ങും ആവാറുണ്ട് ചിലപ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇല്ല, അത് GST ഓഫീസേഴ്സിനും അറിയാം കുറേയൊക്കെ. ഡെഫിനറ്റ്ലി GST ഓഫീസേഴ്സിനും അറിയാം കുറേയൊക്കെ. അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പറയാം, അത് GST ഓഫീസേഴ്സിനും അറിയാം. അപ്പോൾ കുറേ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് റെയ്ഡ് നടത്തും, റെക്കോർഡ്സ് നോക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ വ്യത്യാസം സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ പെനാൽറ്റി ഇടും. പെനാൽറ്റി അടക്കാൻ തയ്യാറാണ്, പെനാൽറ്റി അടക്കും. പെനാൽറ്റി അടച്ചാലും സ്റ്റിൽ അവർക്ക് ലാഭമായിരിക്കുമോ ചിലപ്പോൾ. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോഴത്ത് ഒരു ടീം, വലിയൊരു ടീമായിരുന്നു, ഞാൻ പ്രാക്ടിക്കലി പറയാണ്. അപ്പോൾ വലിയൊരു ടീം, ഭയങ്കര വമ്പൻ ടീമാണ്. അവർ അത്രയും ഹോൾസെയിൽ ചെയ്യുന്ന ടീമാണ്. റീറ്റെയിൽ ഒന്നും കൊടുക്കില്ല, ഹോൾസെയിൽ മാത്രം. അവരാരും ഒറ്റിക്കൊടുക്കുക എന്തോ ചെയ്തു. അവർക്ക് ഏകദേശം വന്ന പെനാൽറ്റി സംതിങ്, അവർ GST രജിസ്ട്രേഷൻ എടുത്തതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ ആളെ പേരിലെടുത്ത് ഇവർ കച്ചവടം ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്തത്. ഭയങ്കര ട്രിക്കി ആയിട്ട് എന്തോ ചെയ്തത്. അപ്പോൾ അവർക്ക് വന്ന പെനാൽറ്റി ഏകദേശം 3 crore ആയിരുന്നു. അവർ കറക്റ്റ് 3 crore അടച്ച്. അവർക്കൊരു കൂസലും ഇല്ല, ഒരു പ്രശ്നമില്ല, 3 crore അടച്ച്. എന്നാലും അവർക്ക് ലാഭം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം. ഈ നമ്മൾ GST വിടും, ഇൻകം ടാക്സ് എല്ലാവരും കറക്റ്റ് അടക്കുന്നത് അല്ല. ഇൻകം ടാക്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇൻകം ടാക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിടക്കാർ, സ്മോൾ ആയിട്ടുള്ള, അതായത് 10 ലക്ഷത്തിനൊക്കെ താഴെ, അതായത് 7 ലക്ഷത്തിനൊക്കെ താഴെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ വളരെ ടാക്സ് കുറവാണ്. ടാക്സ് ഇല്ല. നേരെ മറിച്ച് ഒരു 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ആയി കഴിഞ്ഞാൽ അവരുടെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. കഴിഞ്ഞ കൊല്ലം വരെ ആ ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഇക്കൊല്ലം മുതൽ ആ ക്ലയൻറ്റ് ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ ആ ക്ലയൻറ്റ് ആക്ച്വലി അയാളുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40 lakhs-ൻ്റെ അടുത്തുണ്ട്. 35 above lakhs-ൻ്റെ അടുത്ത് വരുന്നുണ്ട് അയാളുടെ സാലറി. അപ്പോൾ സാധാരണഗതിയിൽ അയാൾക്ക് സാലറി കിട്ടുമ്പോൾ TDS ഇല്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകുന്നില്ല, TDS കട്ട് ചെയ്ത് പോകും. എല്ലാ മാസവും ടാക്സ് ഇങ്ങനെ ഡിഡക്ട് ചെയ്തിട്ടാണ് അയാൾക്ക് സാലറി കിട്ടുക. എന്നിട്ട് ഫൈനലി അയാൾ റിട്ടേൺ ഫയൽ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു തവണ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ വിട്ടുപോയി. അതായത് ഇയാൾ കമ്പനി ചേഞ്ച് ആവുമ്പോൾ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നതിൽ എന്തോ വ്യത്യാസം വന്നപ്പോൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് അടക്കാൻ പോകുമ്പോൾ ടാക്സ് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം മുമ്പ് ടാക്സ് ഡിഡക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് വന്നു. ഏകദേശം 5 ലക്ഷത്തി സംതിങ് അടക്കാൻ വന്നു ഓൺ ദ സ്പോട്ട്. നാളെ ഡ്യൂ ഡേറ്റ് ആണ്. ഇന്ന് 5 ലക്ഷം അടക്കണം.
ആ രീതിക്ക് എത്തി. അപ്പോഴാണ് ഇയാള് അവെയർ ആവുന്നേ, ഇയാള് കൊല്ലത്തിൽ ഏകദേശം 5 lakh സംതിങ് അബോവ് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അയാൾ അവെയർ. കട്ട് ചെയ്ത് പോകുമ്പോൾ അയാൾ അവെയർ ആവുന്നില്ല. മാസം ഒന്ന് കട്ട് ചെയ്ത് ബാക്കി സാലറി കിട്ടുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഇത്ര ടാക്സ്. അയാൾ അതൊന്നും നോക്കുന്നില്ല. കയ്യിൽ നിന്ന് ഓൺ ദ സ്പോട്ട് 5 ലക്ഷം അടക്കാൻ വന്നപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഇത്ര എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഞാൻ അടക്കുന്നുണ്ടാണ്. അപ്പോൾ അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അടക്കാൻ തയ്യാറാണ്, ഞാൻ എന്ന് അയച്ചു തരാം പൈസ, അടക്കാൻ തയ്യാറാണെന്ന് അയാൾ പറഞ്ഞു. അയാൾ തിരിച്ചൊറ്റ ചോദ്യം എന്നോട് ചോദിച്ചു, ഞാൻ വർഷം 5 ലക്ഷത്തി സംതിങ് റുപ്പീസ് ഞാൻ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഗവൺമെന്റ് ഇപ്പം എന്ത് പൈസ കൊടുത്താലും നമുക്ക് തിരിച്ചെന്തെങ്കിലും തരുമല്ലോ അല്ലേ, കൺസിഡറേഷൻ ഉണ്ടല്ലോ. എനിക്ക് എന്ത് കൺസിഡറേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് തിരിച്ച് ഗവൺമെന്റ് എനിക്ക് തരുന്നത് എന്ന് അയാൾ ഒരു ചോദ്യചിഹ്നമായിട്ട് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അണ്ണാക്കിൽ പിരിവെട്ടി പോലെ ഇരിക്കുകയാണ്. എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഞാൻ അയാൾക്ക് എന്തായാലും റിട്ടേൺ കൊടുക്കുന്നത് ഗവൺമെന്റ്. അപ്പം ഞാൻ പറഞ്ഞ്, എന്ത് റോഡ്, പാലം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റീസ്, പബ്ലിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, മറ്റൊരുപാട് ഫെസിലിറ്റീസ് ഒക്കെ തരുന്നതാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഇതൊക്കെയാണോ ശരിക്കും തരുന്നത്, ഇവിടെ ഒക്കെ ഉണ്ടോ കറക്റ്റായിട്ട് അയാൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ സാധനങ്ങളൊക്കെ? പാലത്തിൻ്റെ അവസ്ഥകളൊക്കെ കഷ്ടമാണ്, റോഡിൻ്റെ അവസ്ഥകളൊക്കെ അതിലേറെ കഷ്ടമാണ്, മറ്റ് ഫെസിലിറ്റീസൊക്കെ വളരെ വളരെ വലുതാകരമാണ്. സത്യം പറയാം, അയാൾ ഇവിടെ നാട്ടിൽ നിന്ന് റിസൈൻ ചെയ്ത് അയാൾ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്തപ്പോൾ എൻ്റെ ക്ലയൻറ്റ് പോയി. അയാൾ കഴിഞ്ഞ വർഷം മുതൽ ഇല്ല. അയാൾ ഇവിടുന്ന് റിസൈൻ ചെയ്ത് അയാൾ ഓസ്ട്രേലിയയിൽ പോയി. അപ്പോൾ അയാൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അവിടെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള നല്ല ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ത്യനെ പറ്റിയായിട്ട് കുറ്റം പറയില്ല. ഇതിനൊരു റീസൺ ഉണ്ട്. ഇതിനൊരു റീസൺ സ്പെസിഫിക്കലി പറയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം ഒന്ന്, ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. ആ പോപ്പുലേഷൻ തന്നെ മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് അടക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഒരേ ടാക്സ് അല്ലല്ലോ. GST എല്ലാവർക്കും ഒരേപോലെ ടാക്സ് ആണ്. ഉപയോക്താവ് ആരാണോ ഉപയോഗിക്കുന്നത് അയാൾ ടാക്സ് കൊടുക്കണം. പക്ഷെ ഇൻകം ടാക്സ് അങ്ങനെയല്ല. ആർക്കാണോ ഹയർ ഇൻകം അയാൾ ഹയർ ടാക്സ് കൊടുക്കുന്നത്. ലോവർ ഇൻകം ഉള്ളവർ ടാക്സേ കൊടുക്കുന്നില്ല. മനസ്സിലായ? അപ്പോൾ ഹയർ ഇൻകം ഉള്ളവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോറ്റുന്നതെന്ന് പറയാം. മനസ്സിലായ? അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇങ്ങനെ പറ്റുള്ളൂ, വേറെ രീതിയില്ല, വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ ഏകദേശം ഒരേ ടാക്സ് രീതിയാണെന്ന് തോന്നുന്നു. ഓരോന്നിനും ഓരോ രീതിയിൽ ടാക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു അവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞു എന്നുള്ളൂ. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടിക്കലി നല്ല കാര്യം വന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഭാവിയിൽ ഇനി പിന്നെ പറയാം ഓരോരോ കാര്യങ്ങൾ. നമുക്ക് തിരിച്ച് കോമ്പോഷനിലോട്ട് തന്നെ വരാം. ഓക്കെ, സോ കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സെയിം പാൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. സെയിം പാൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം പാൻ കാർഡിൽ തന്നെ 2 സ്കീമും കൂടി നടക്കില്ല, ഏതെങ്കിലും ഒരു സ്കീമേ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സെയിം സാധനം കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. സെക്ഷൻ 10(2)A എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ഇതിൻ്റെ ചോദ്യം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ അപ്പോൾ ഈ ഗുഡ്സ് മാത്രം ഉള്ളവർക്കാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോമ്പോഷൻ ഉള്ളത്, ഈ സർവീസ് മാത്രം ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പോഷൻ സ്കീം വേണ്ടേ എന്ന് ചോദ്യം വന്നപ്പോൾ അവർ എക്സ്ട്രാ ഒരു സെക്ഷൻ കൊടുത്തിട്ട് സെക്ഷൻ 10(2)A എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അതായത് നിങ്ങൾ സർവീസ് മാത്രമാണ് ചെയ്യുന്നത്, അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 1ഉം 2 അനുസരിച്ച് നിങ്ങൾക്ക് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ സർവീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, സെക്ഷൻ 10 സബ്സെക്ഷൻ 2A അനുസരിച്ച് ഈ കോമ്പോഷൻ ഓപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. ഇവിടെ ജസ്റ്റ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ 1 കോടി ഉള്ളിടത്ത് ഇവിടെ എന്താവും, 50 ലക്ഷമാവും. അതായത് ഞാൻ സർവീസ് മാത്രം ചെയ്യുന്ന ആളാണ്, എൻ്റെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 50 ലക്ഷത്തിൻ്റെ താഴെയാണ് എൻ്റെ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 10(2)A അനുസരിച്ചിട്ട് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം, കോമ്പോഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടാക്സ് റേറ്റ് എത്രയാ, 3%. അതായത് മൊത്തം 6% ടാക്സ് അടക്കം വേണം. അപ്പോൾ ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഞാൻ ചെയ്യുന്നത് എന്താ, സർവീസ് ആണ്. എനിക്ക് കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഏത് കോമ്പോഷൻ? സെക്ഷൻ 10(2)A അനുസരിച്ചിട്ടുള്ള കോമ്പോഷൻ ഓപ്റ്റ് ചെയ്യാം. പറ്റില്ല. ഇത് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ എന്തൊക്കെ കണ്ടീഷൻ? ഒന്ന്, എൻ്റെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 50 ലക്ഷത്തിന്റെ താഴെ ആയിരിക്കണം ടേൺ ഓവർ. ഓക്കെ, എൻ്റെ ടാക്സ് റേറ്റ് എത്രയായിരിക്കണം, 6. ഞാൻ അത്ര ടാക്സ് അടക്കണം, കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ അത്ര അടക്കണം, 6% അടക്കം വേണം. സോ ഇത് പ്രാക്ടിക്കലി ഞാൻ പറയാം, പ്രാക്ടിക്കലി ഇത് വളരെ ഫോളോ ചെയ്യുന്നുള്ളത് വളരെ കുറവാണ്. കാരണം സർവീസുകാരുടെ അധിക കേസിലും ഒരു വിധപ്പെട്ട സർവീസുകാരൊക്കെ ടേൺ ഓവർ എന്ത് ചെയ്യും, എങ്ങനെയായാലും 50 lakh ക്രോസ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഇവിടെ 6% അടക്കം വേണം. അപ്പോൾ അത് നോക്കുമ്പോൾ മൊത്തത്തിൽ നഷ്ട കച്ചവടം. അപ്പോൾ പിന്നെ ആരും ഇതിന് നിൽക്കില്ല.
ബാക്കി കണ്ടീഷനൊക്കെ സെയിം. നമ്മളെ ഇൻപുട്ട് എടുക്കാൻ പാടില്ല, കസ്റ്റമർ ടാക്സ് വാങ്ങാൻ പാടില്ല, ബാക്കിയൊക്കെ സെയിം കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ഇത് ഓപ്റ്റ് ചെയ്യുന്നുള്ളത് വളരെ കുറവാണ്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ സെയിം കണ്ടീഷൻസ് ആണ്. ഇവിടെ ഒരു സാധനമുണ്ട്. നമ്മൾ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് അയാൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അയാളെ ബോർഡിലൊക്കെ അയാൾ മെൻഷൻ ചെയ്യണം, ബില്ലിൽ അയാൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇയാൾ ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ടാക്സ് ഇൻവോയ്സ് ആവില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ഇൻവോയ്സ് അല്ലേ, അതായത് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ബില്ല്, ടാക്സ് കാണിച്ചിട്ടുള്ള ബില്ല്. കോമ്പോസിഷനുകാർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അവർ ടാക്സ് ബില്ല് ഇഷ്യൂ ചെയ്യോ? ഇല്ല. അവർ ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് എന്ത്? ബിൽ ഓഫ് സപ്ലൈ, POS, ബിൽ ഓഫ് സപ്ലൈ. അപ്പോൾ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ബില്ലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ചെക്ക് ചെയ്യുന്ന മുതൽ ബിൽ ഓഫ് സപ്ലൈ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബില്ല് കിട്ടുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, ബിൽ ഓഫ് സപ്ലൈ ആണോ ടാക്സ് ഇൻവോയ്സ് ആണോ. ബിൽ ഓഫ് സപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവർ കോമ്പോസിഷൻ സ്കീം ആയിരിക്കും. അത് മാത്രമല്ല, അവരെ ബില്ലിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞങ്ങൾ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് കസ്റ്റമറിന് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇനി ബില്ല് കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ഈ അധികം ബിൽ ഓഫ് ഈ പറഞ്ഞ കോമ്പോസിഷൻ ടാക്സ് പേഴ്സൺ ഒക്കെ കണ്ടിട്ടുള്ളത് ഈ ബുക്ക് സ്റ്റാളുകളൊക്കെ ഇല്ലേ, ഈ അധിക ബുക്ക് സ്റ്റാളുകൾ ഞാൻ കണ്ട എൻ്റെ ഒരു അറിവിൽ വെച്ച് പറയുകയാണ്, അധിക ബുക്ക് സ്റ്റാളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ കോമ്പോസിഷൻ സ്കീമിലാണ് കണ്ടിട്ടുള്ളത്, ബുക്ക് സ്റ്റാളുകളൊക്കെ. ഇനി ബാക്കി നമുക്കങ്ങനെ തിയറി പെർസ്പെക്റ്റീവാണ്. അടുത്തൊരു ചോദ്യം, ഈ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മന്ത്ലി റിട്ടേൺ ആണോ അതോ ഇയർലി റിട്ടേൺ ആണോ അല്ലെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ ആണോ വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം ഞാൻ പറയുന്നത് ഇവർക്ക് എന്താണ്? മന്ത്ലി റിട്ടേൺ ആണ്. മന്ത്ലി റിട്ടേൺ എന്നല്ല അതിന് പറയാം, ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെന്റ് നമ്പറാണ് CMB 082. CMB 082. ഈ CMB 082 എന്നുള്ള മന്ത്ലി അല്ല, ക്വാർട്ടർലി ആണ്. ക്വാർട്ടർലി ഇവർ ഫയൽ ചെയ്യും സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉണ്ടാവുക? ജസ്റ്റ് എത്രയാണോ ആ ക്വാർട്ടറിൽ വന്ന സെയിൽ, എത്രയാണോ ആ ക്വാർട്ടറിലെ ടാക്സ്, ആ ടാക്സ് അടക്കുക. ആ അടക്കുന്ന പ്രൊസീജിയർ മാത്രമേ ഈ CMB 082 ഇറ്റ്സ് നോട്ട് എ റിട്ടേൺ. ഇത് ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റാണ്. എന്ത് സ്റ്റേറ്റ്മെന്റാണ്? നമ്മളെ സെയിൽസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് CMB 082. അത് നമ്മൾ ഇയർലി ഇങ്ങനെ ഇയർലി അല്ല, ക്വാർട്ടർലി ഇങ്ങനെ ചെയ്തു പോകും. എന്നിട്ട് ഇയർലി ആ വർഷം കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്ത് ഫയൽ ചെയ്യും? ഒരു സാധനം കൂടി ഫയൽ ചെയ്യണം, GSTR 4. ഇത് ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞത്. ഒരു ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് കഴിയുക? മാർച്ച് 31 മാർച്ച് കഴിഞ്ഞ് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസം ഏതാ? ഏപ്രിൽ 30-ൻ്റെ ഉള്ളിൽ ചെയ്യണം. 30th ഏപ്രിലിനുള്ളിൽ ചെയ്യണം. അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയറിൻ്റെ GSTR 4 അപ്ലൈ ചെയ്യേണ്ട ഏപ്രിൽ 2024-ൻ്റെ ഉള്ളിൽ, അതായത് 30 ഏപ്രിൽ 2024-ൻ്റെ ഉള്ളിൽ ചെയ്യണം. ഇതാണ് അപ്പം റെഗുലറിനെക്കാട്ടി വളരെ സുഖമാണ്, ക്വാർട്ടർലി ചെയ്താൽ മതി. ഇൻപുട്ടിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, പർച്ചേസിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട, കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സും കളക്ട് ചെയ്യണ്ട. അപ്പോൾ റിട്ടേൺസിൻ്റെ കംപ്ലയൻസസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കീം കുറച്ചും കൂടി എളുപ്പമെന്ന് പറയുന്നത്. ടാക്സ് അടക്കലും കുറവാണ്. അപ്പോൾ ഈ ലയബിലിറ്റീസ്, ബേർഡൻസ് വളരെ കുറവാണ്, കംപ്ലയൻസസ് വളരെ കുറവാണ്, അങ്ങനെ പറയാം. കംപ്ലയൻസസ് വളരെ കുറവാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ സ്മോൾ ടാക്സ് പേയേഴ്സിന്, അതായത് സ്മോൾ ടാക്സ് പേയേഴ്സിന് ഏറ്റവും ബെറ്റർ എന്താ? കോമ്പോസിഷൻ സ്കീമാണ്. അപ്പം നിങ്ങളൊരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്ത് ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്, കോമ്പോസിഷൻ സ്കീം. ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, കസ്റ്റമറെ കഴിഞ്ഞ് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ എത്ര ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർക്ക് മാറണം. ഞാനിപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ ക്ലയൻറ്റിനെ വ്യക്തമാക്കി കൊടുത്താൽ മാത്രമേ അയാൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, സോ ഒരു GST കൺസൾട്ടൻ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിടെ നമ്മൾ തിയറി പെർസ്പെക്റ്റീവിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ടാക്സ് ചിലപ്പോൾ വെട്ടിക്കാണ് നോക്കേണ്ടി വരും. അതിനർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കാൻ പറ്റുമോ? പ്യൂർലി പറ്റൂല. ഇപ്പോഴത്തെ കാലത്ത് വലിയ പ്രയാസമാണ് ടാക്സ് വെട്ടിക്കാൻ. ടാക്സ് സേവിങ്ങേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നോക്കാന്നല്ലാതെ, പക്ഷെ എന്നാലും വെട്ടിക്കുന്നവരുണ്ട്, കള്ളത്തരം ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ കള്ളത്തരം ചെയ്യാൻ പഠിച്ചാൽ പോരല്ലോ. കള്ളത്തരം പഠിപ്പിക്കാനല്ലല്ലോ ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ചില പ്രാക്ടിക്കൽ ഏരിയാസ് നമുക്ക് പറഞ്ഞേ പറ്റൂ. കള്ളത്തരം ചെയ്യുന്ന ചില ഏരിയാസ് നമുക്ക് പറഞ്ഞേ പറ്റൂ, പ്രാക്ടിക്കൽ രീതിയിൽ നമുക്ക് പറഞ്ഞേ പറ്റൂ. അതിനർത്ഥം കള്ളത്തരം പഠിപ്പിക്കുക എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഇവിടെ പറയേണ്ടി വരും. നമ്മളത് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമ്പോസിഷൻ സ്കീമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ. മൊത്തത്തിൽ എന്താ പറയുക,
ഈ ഒരു കോമ്പോസിഷൻ സ്കീമിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാക്ടിക്കലി എങ്ങനെയാണെന്ന് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അയാൾ കോമ്പോസിഷനിലോട്ട് ഇടണോ കോമ്പോസിഷനിലോട്ട് ഇടണ്ടേ എന്നുള്ള ആ ഡിസിഷൻ എടുക്കേണ്ടത് ആസ് എ GST കൺസൾട്ടൻറ്റ് നിങ്ങളാണ്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഏരിയാസ് മൊത്തം നിങ്ങൾ കവർ ചെയ്തിട്ടേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അയാൾ നോക്കണം, അയാൾ ടേൺ ഓവർ, അയാൾ എന്ത് ബിസിനസ് രീതിയാണ്, സർവീസ് ആണോ ഗുഡ്സ് ആണോ, സർവീസ് ഭാവിയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, ഒക്കെ നോക്കണം. എല്ലാം നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ആ ഡിസിഷൻ പറയേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ മൈക്ക് ഞാനൊന്ന് എന്ത് ചെയ്യാം ഊരാം. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആൻഡ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ, അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനി ഡൗട്ട്? സംഭവം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം. ഓക്കെയാണ്. അപ്പോൾ സോ വി ക്യാൻ വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഫൈൻ. Okay, thank you, sir. ഓക്കെ, താങ്ക് യു. ഫൈൻ Thank ഫൈൻ you. ഫൈൻ. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലായാലും ചോദിക്കാവുന്നതാണ്. സാറിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു അവസരം ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ അല്ലേ സർ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ. ശരി.